ഹലോ ഗൈസ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആവാല്ലേ. ഇന്ന് ഹർത്താലാണ് കേട്ടോ, പണിമുടക്കാണ് കേട്ടോ. അപ്പം മക്കൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, മദ്രസ ഉണ്ട്, മദ്രസയിൽ എക്സാമാണ്. അപ്പം ഞാൻ എണീറ്റു, ചായ വെച്ചു, അവർക്ക് ചായ കൊടുത്തു. അവർ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കാനിരുന്നതും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനിരുന്നതും എല്ലാം കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി കഴിച്ചു. പിന്നെ മക്കളുണ്ടായാൽ തന്നെ പണി തീരൂല എന്ന് പറയല്ലോ, അങ്ങനത്തെ ഒരു ദിവസമാണ്. ഐഷു മദ്രസ ഇട്ട് വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഉസ്താദ് എന്തൊക്കെയോ കൊടുത്തത് ബാഗിൽ പൊടിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വെള്ളപ്പവും മുട്ട റോസ്റ്റും ആക്കാമെന്ന് വിചാരിച്ചു. വേഗം വെള്ളപ്പം ചുട്ട് വെച്ചു, പിന്നെ മുട്ട റോസ്റ്റും അടുപ്പത്ത് വെച്ചു. ഒരു ഫ്രെയിമിൽ ചോറിനും വെള്ളം ഇട്ടു. പെട്ടെന്ന് പണി കഴിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ചെയ്യണത്. ബട്ട് പണി എങ്ങനെയായാലും എല്ലാവരും ഉണ്ടാകുമ്പോൾ ലൈറ്റായിട്ടേ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ അരി ഇടാനിട്ടു, ചായക്ക് വെള്ളം വെച്ചു, ചോറ് വാർത്തി, അതിൻ്റെ ഇടയിൽ ഇക്കാക്ക് ചായ കൊടുത്തു. അപ്പം മോള് കൂർക്കൽ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനമാണിത്, ബട്ട് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇക്കാക്ക് വെച്ച് കൊടുക്കാൻ വിചാരിച്ചു. അത് കഴുകി ഫിനിഷ് ചെയ്ത് കുക്കറിലിട്ടിട്ട് ക്ലീനിങ്ങിന് ഇറങ്ങാൻ വിചാരിച്ച് അത് കുക്കറിലിട്ടു വേവിക്കാൻ. എനിക്കറിയില്ല കേട്ടോ വെക്കാൻ, ഞാൻ യൂട്യൂബിൽ നോക്കിയാണ്. എൻ്റെ കൈമലൊക്കെ കറ പറ്റിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചു. അടിച്ചു വാരി തുടച്ചാൽ പിന്നെ അടുക്കളയത്തെ നോക്കിയാൽ മതിയല്ലോ വിചാരിച്ചു. വേഗം അടിക്കാനും തുടയ്ക്കാനും ക്ലീനിങ്ങിന് ഇറങ്ങി. ഞാൻ തട്ടലും കൊട്ടിലും കഴിച്ചു. അപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത്. ഒരു കളിക്കുടുക്കയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം അത് നോക്കിയപ്പോൾ രസം തോന്നി. അത് കഴിഞ്ഞു, ക്ലീനിങ് കഴിഞ്ഞു. വീണ്ടും കിച്ചണിലേക്ക് പോയി. ആ കൂർക്കൽ മെഴുക്ക് പുരട്ടിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അത് ചെയ്തു. എനിക്ക് കറിക്കൊന്നും കിട്ടിയില്ലേനു. അപ്പോഴേക്ക് ഫ്രണ്ട് മത്തി കുറച്ച് തന്നു. അപ്പം അത് കറി വെക്കാമെന്ന് വെച്ചു. അത് തേങ്ങ അരച്ച് കറി വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ചുവള്ള മത്തി ആയിരുന്നു. അത് കറി വെച്ചു. അതേമാതിരി പരന്നൊരു മത്തി ഉണ്ടായിരുന്നു, പരപ്പം മത്തി, തുരപ്പം മത്തി എന്നൊക്കെ പറയും തോന്നുന്നു. അതുണ്ടായിരുന്നു. അപ്പം അത് ഫ്രൈ ചെയ്യാമെന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓളെ വീട്ടിൽ നിന്ന് കുറച്ച് പുളി ഞാൻ പറപ്പിച്ചു. കറിയിലിടാൻ വിചാരിച്ചിട്ടേനു പറിച്ചത്, പക്ഷെ ഞാൻ കറിയിലിട്ടില്ല. നമ്മൾ കടുമാങ്ങൊക്കെ വെക്കുന്ന പോലെ അത് കുറച്ച് മധുരമൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ ചോറിലേക്ക് പപ്പടം പൊരിച്ചു. കൊണ്ടാട്ടമുളക് വേണമെന്ന് പറഞ്ഞപ്പം അത് പൊരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് മോൾക്ക് മത്തി പൊരിച്ചു. അപ്പോൾ പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാൻ വിചാരിച്ച് അതൊക്കെ പെട്ടെന്ന് തട്ടിപ്പടിഞ്ഞ് ചിക്കാക്ക് വിശക്കണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗക്കാക്ക് ചോറ് വിളമ്പി കൊടുത്തു. ഞങ്ങളും കഴിച്ചു കൂടെ. അപ്പോൾ എൻ്റെ മീൻകുട്ടികളെ കുറച്ച് നേരം നോക്കിയിരുന്നു. അങ്ങനെ അകത്തേക്ക് കയറി നോക്കിയപ്പം ഞാൻ തട്ടിക്കൊട്ടിയൊക്കെ പരത്തിയിട്ടിട്ട് എൻ്റെ ഐഷു കഥയും വായിച്ച് പിക്ചേഴ്സും നോക്കി അങ്ങനെ കിടക്കുന്നുണ്ട്. ചോറ് തരട്ടെ വെച്ചിട്ട് ചോറ് വേണ്ട, ഒക്കെ എന്തൊക്കെയോ വാശിയിൽ കുത്തിരിക്കുന്നുണ്ട്. അപ്പം ഐഷുവിനെ വിളിക്കാൻ അവൻ്റെ ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട്. ജന്നുണ്ട്, ഫാദിണ്ട്, യാസുണ്ട്. പിന്നെ ഓരോ കൂടെ അങ്ങോട്ട് ഓള് കളിക്കാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് വന്ന് കുളിക്കാൻ പറഞ്ഞതിനാണ് ഈ ഇരിക്കുന്നത്. അതിനോട് വാശി പിടിച്ചും പറഞ്ഞൊന്നും കേൾക്കാണ്ട് ഇരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോൾ പറഞ്ഞ് ചക്ക ഉണ്ട് വേഗം വാ. അപ്പം ചക്ക വെച്ച് ഞങ്ങൾ കഴിച്ചു.